എങ്ങനെയാണ് സുമിത്ര വിശ്വസിപ്പിക്കുക? സത്യമായും സത്യമായി ഞാൻ വന്നിരുന്നു. ചന്ദ്രോദയം എൻ്റെ അനുഭവങ്ങളാണ്, എൻ്റെ ജീവിതം തന്നെയാണ്. സേതുവിന് എന്തെങ്കിലും അയാളെ തെറ്റുതിരുത്താൻ അവസരം ഉണ്ടാവുമോ? കഥയുടെ അവസാന ഭാഗത്ത് ഒരു തിരുത്ത്. BS സുമിത്ര, വേദിയിലിരിക്കുന്ന സഹൃദയരെ നമസ്കാരം. ഒരു സത്യം ഞാൻ തുറന്നു പറയട്ടെ. അവാർഡ് ചടങ്ങുകളിൽ കുറെ കാലമായി ഞാൻ പങ്കെടുക്കാറില്ല. മറ്റൊന്നുകൊണ്ടുമല്ല, പങ്കെടുക്കുകയാണെങ്കിൽ വർഷത്തിൽ 365 ദിവസവും കുറഞ്ഞത് 2 നേരമെങ്കിലും പങ്കെടുക്കേണ്ടി വരും. കാരണം 18 കഴിഞ്ഞാൽ കവികൾക്കും, 25 കഴിഞ്ഞാൽ നോവലിസ്റ്റുകൾക്കും, 60 കഴിഞ്ഞാൽ മഹാകവികൾക്കും നിർബന്ധമായും മിനിമം 1 അവാർഡെങ്കിലും കൊടുത്തേ മതിയാവൂ എന്ന് നമ്മുടെ സമൂഹം തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. 4-5 പേർ ഒരു ഹോട്ടൽ റൂമിലിരുന്ന് ഗാഢമായി ചിന്തിച്ചാണ് ഈ ക്രൂരമായ തീരുമാനത്തിൽ എത്തിച്ചേരുന്നത്. ചുരുക്കത്തിൽ സെൻസസ് എടുത്താൽ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും 1 അവാർഡ് നിത്യേന കിട്ടുന്നുണ്ടെന്ന് വ്യക്തം. തുടർന്ന് പത്രത്തിലൂടെയും ചാനലിലൂടെയും അവാർഡ് കിട്ടിയ കൃതിയെപ്പറ്റി വേറെ 4-5 പേർ വട്ടത്തിലിരുന്ന് ചർച്ചയുണ്ടാവും. ഏതാണ്ട് 1 മാസക്കാലം അത് നീണ്ടു നിൽക്കും. അപ്പോഴേക്കും അടുത്ത അവാർഡ് പ്രഖ്യാപനം എത്തിയിരിക്കും. പിന്നെ ചർച്ച അതിനെപ്പറ്റിയായി. ഇത്തരം ശീലങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ് ഞാൻ വീട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒളിത്താമസത്തിനിടയിൽ ഈ അടുത്ത കാലത്ത് എനിക്കൊരു പുസ്തകം കിട്ടി. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്കൊരു വായനാശീലമുണ്ട്. കഥയായാലും ലേഖനമായാലും കവിതയായാലും ആദ്യത്തെ വാചകം തന്നെ എന്നെ പിടിച്ചടക്കണം, എങ്കിലേ ഞാൻ തുടർന്ന് വായിക്കൂ. ഞാൻ വായിച്ച ആ പുസ്തകം, അതിലെ ആദ്യ വരി ഇതാ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യ വരി മാത്രമല്ല, എത്രയോ വരികൾ, എത്രയോ കഥാസന്ദർഭങ്ങൾ. ഞാൻ വായിച്ച ആ പുസ്തകത്തിൻ്റെ പേര് ചന്ദ്രോദയം. സാധാരണയായി അവാർഡ് വാർത്തകൾ പത്രത്തിൽ കണ്ടാൽ ഞെട്ടലുണ്ടാകാറുണ്ട്. പക്ഷേ ചന്ദ്രോദയത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്ന് വായിച്ചപ്പോൾ തീരെ അത്ഭുതം തോന്നിയില്ല. കാരണം മനസ്സുകൊണ്ട് എന്നേ ഞാൻ ഉറപ്പിച്ചതായിരുന്നു അത്. സുമിത്രയുടെ 1-2 ചെറുകഥകൾ ഞാൻ മുമ്പ് കണ്ടിരുന്നു. ഇന്ന് എനിക്ക് മനസ്സിലാകുന്നു, നോവൽ എന്ന വലിയ ക്യാൻവാസിലേക്കുള്ള ചൂണ്ടുപലകയായിരുന്നു ആ കഥകളെന്ന്. ചന്ദ്രോദയം എന്ന നോവൽ ഒരു വാസ്തവം ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു. പാരമ്പര്യത്തിന്റെ ശക്തി നിഷേധിക്കാനാവാത്തതാണെന്ന്. മഹാകവി ശങ്കർജിയുടെ മകൾക്ക് ചന്ദ്രോദയം എഴുതാതിരിക്കാനാവില്ല, നമുക്കത് വായിക്കാതിരിക്കാനുമാവില്ല. കാരണം ഇതിൻ്റെ ഓരോ താളിലും അനുഭവത്തിൻ്റെ നിറവും ചൂടും ഗന്ധവുമുണ്ട്. ഉജ്ജ്വലമായ പ്രതിഭയുടെ ഈ പരമ്പര എക്കാലവും അനുസ്യൂതം തുടരട്ടെ എന്ന ആശംസയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. മറുപടി പ്രസംഗത്തിനായി ശ്രീമതി സുമിത്രയെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന എൻ്റെ ഗുരുതുല്യരായ നിരൂപകർക്ക്, പ്രിയപ്പെട്ട സദസ്സിന്, ശരീരസുഖമില്ലാത്തതിനാൽ ഇവിടെ വരാനാകാതെ
അകലെ വീട്ടിലിരുന്ന് ഈ മകളുടെ വാക്കുകൾ കേൾക്കാതെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അച്ഛന് എല്ലാവർക്കും നമസ്കാരം. PG സാറിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. കാരണം അച്ഛൻ പറഞ്ഞും പുസ്തകങ്ങളിലൂടെയും PG സാറിൻ്റെ മഹാവ്യക്തിത്വം കുറേയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ദസ്തൈവസ്കിയും മാർക്കേസിനുമൊക്കെ പ്രിയപ്പെട്ട എഴുത്തുകാരായി കരുതുന്ന PG സർ വിശ്വസാഹിത്യത്തിലെ ആ വലിയ വെളിച്ചങ്ങൾക്ക് മുമ്പിൽ ഒരു മിന്നാമിനുങ്ങ് പോലും അല്ലാത്ത എൻ്റെ നോവല് വായിക്കാൻ സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതിലേറെ ഭാഗ്യം എന്തുണ്ട്? PG സാറ് പറഞ്ഞതുപോലെ ചെറുകഥയാണ് ഞാൻ എഴുതിയിരുന്നത്. അനുഭവങ്ങൾ കുറവുള്ളവർക്കും പറയാനേറെ ഇല്ലാത്തവർക്കും എഴുതാൻ പറ്റിയ മേഖല ചെറുകഥയുടേതാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരുപാട് ആഘാതങ്ങൾ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നപ്പോൾ ആ ആഘാതങ്ങൾ താങ്ങാൻ കരുത്തില്ലാതെ ഒരുപാട് കാലം ഞാൻ പകച്ചു നിന്നു. ക്രമേണ അവയോട് മനസ്സ് പൊരുത്തപ്പെടാൻ ശ്രമിച്ചു. വളരെ നാൾ ഒരു വരി പോലും ഞാൻ എഴുതിയില്ല. ചന്ദ്രോദയം എഴുതി തുടങ്ങിയത് ചെറുകഥയായിട്ടായിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, 4 5 അല്ല 400 പേജുകളിലും എനിക്ക് പറയാനുള്ളത് ഒതുങ്ങില്ലാന്ന്. അങ്ങനെ മനഃപൂർവ്വം അല്ലാതെയാണ്, ഞാൻ പോലും അറിയാതെയാണ് ചന്ദ്രോദയം നോവലിന്റെ രൂപത്തിലായത്. PG സാറ് കണ്ടെത്തിയത് സത്യമാണ്. ചന്ദ്രോദയം എൻ്റെ അനുഭവങ്ങളാണ്, എൻ്റെ ജീവിതം തന്നെയാണ്. ഇതെഴുതിയില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടിയനെ. ഇപ്പോ ഒരു മഹാഭാരം ഇറക്കി വെച്ച ആശ്വാസത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി. കൂടുതലൊന്നും പറയുന്നില്ല. നന്ദി. ഹലോ ഹലോ, ആരാണ്? എന്തേ വാക്ക് പാലിക്കാഞ്ഞത്? ആ, സുമിത്രയോ? ഫംഗ്ഷന് വരാമെന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നു അല്ലേ? വന്നിരുന്നു, ഞാൻ വന്നിരുന്നല്ലോ. ഞാനത് വിശ്വസിക്കണോ? ചടങ്ങ് തീരും വരെയും കാണാവുന്ന ദൂരത്തോളം ഞാൻ തെരഞ്ഞു, ഓഡിറ്റോറിയം മുഴുവനും. പക്ഷേ കണ്ടില്ല. കാരണം പ്രസാദേട്ടൻ വന്നിരുന്നില്ല. എങ്ങനെയാണ് സുമിത്ര വിശ്വസിപ്പിക്കുക? സത്യമായി ഞാൻ വന്നിരുന്നു. സാരമില്ല, ഞാൻ അറിയിച്ചില്ല, പ്രസാദേട്ടൻ അറിഞ്ഞതുമില്ല എന്ന് ഞാൻ സമാധാനിച്ചോളാം. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരുപാട് ആഘാതങ്ങൾ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നപ്പോൾ ആ ആഘാതങ്ങൾ താങ്ങാൻ കരുത്തില്ലാതെ ഒരുപാട് കാലം ഞാൻ പകച്ചു നിന്നു. ക്രമേണ
അവയോട് മനസ്സ് പൊരുത്തപ്പെടാൻ ശ്രമിച്ചു. വളരെ കാലം ഒരു വരി പോലും ഞാൻ എഴുതിയില്ല. ചന്ദ്രോദയം എൻ്റെ അനുഭവങ്ങളാണ്, എൻ്റെ ജീവിതം തന്നെയാണ്. ഇതെഴുതിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടിയേനെ. ഇപ്പോൾ ഒരു മഹാഭാരം ഇറക്കി വെച്ച ആശ്വാസത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. സുമിത്രേ, പ്രസാദേട്ട, വിശ്വാസമായോ? വിശ്വാസമായി. ഞാൻ സേതു. പാവം മീരെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു അല്ലേ? സേതുവിന് എന്തെങ്കിലും അയാളുടെ തെറ്റുതിരുത്താൻ അവസരം ഉണ്ടാവുമോ? മോളെ, മോൾക്ക് ഇനിയെങ്കിലും എല്ലാം ക്ഷമിച്ചൂടെ? അതെ കുട്ടി, ക്ഷമിക്കണം. അതെ ചേച്ചി, ക്ഷമിക്കണം. കൂടുതലൊന്നും ആലോചിക്കാനില്ല. ചേച്ചി ക്ഷമിച്ചേ പറ്റൂ. മീരയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. രാത്രി ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഈ ലോകത്ത് താൻ മാത്രം ഒറ്റപ്പെടുന്നു. ഇതൊരു ഇരുണ്ട ദ്വീപാണ്. വായുവും വെളിച്ചവുമില്ലാത്ത ദ്വീപ്. ഒരിത്തിരി വെട്ടത്തിനായി അവൾ അലഞ്ഞു. വൈചിത്രമാർന്ന ജീവിതയാത്ര. തട്ടിയും മുട്ടിയും വഴിതിരിഞ്ഞും ഒഴുകുന്ന ആ യാത്രക്കിടയിൽ തെളിഞ്ഞും മങ്ങിയും കാണുന്ന അനേകം മുഖങ്ങൾ. ഇല്ല, ഇല്ല, ഞാൻ ഒറ്റയ്ക്കല്ല. ക്ഷമിക്കണോ തന്നെയാ ഞങ്ങളുടെ അഭിപ്രായം. എന്റെ അഭിപ്രായത്തിൽ ക്ഷമിക്കണമെന്നാ. ക്ഷമിക്കണം, തീർച്ചയായും ക്ഷമിക്കണം. 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 ക്ഷമിച്ചേ പറ്റൂ. ക്ഷമിക്കണമെന്ന് തന്നെയാ എൻ്റെ അഭിപ്രായം. തളർന്ന മനസ്സും ക്ഷീണിച്ച ദേഹവുമായി ഒരിടത്തെത്തിച്ചേർന്നു. അപാരതയിലേക്ക് നോക്കി അവൾ നിന്നു. അവളുടെ മനസ്സ് ശാന്തമായിരുന്നു, സ്വച്ഛമായിരുന്നു. തെളിഞ്ഞ ആകാശം പോലെ, അലകളടങ്ങിയ കടൽ പോലെ. സേതുവിൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി. കഥയുടെ അവസാന ഭാഗത്ത് ഒരു തിരുത്ത്. മീര കാറിനുള്ളിലേക്ക് കയറുന്നു. അതെ, മീര സേതുവിനോട് ക്ഷമിക്കുന്നു. പ്രസാദേട്ടന്
സന്തോഷമായോ? പക്ഷേ പക്ഷേ ഒരു മയിൽ പീലി തൻ നീലിമയിൽ മിന്നി മറയുന്നുവോ നിന്റെ രൂപം. ഒരു പദവിന്യാസ മധുരിമയായി കാതിൽ നിറയുന്നുവോ നിന്റെ പ്രേമം. ഒരു മയിൽ പീലി തൻ നീലിമയിൽ മിന്നി മറയുന്നുവോ നിന്റെ രൂപം. തളിരിതളിൽ നേർത്ത ഹിമബിന്ദു പോൽ എന്നിലുറയുന്നു നീയാം പ്രവാഹം. തളിരിതളിൽ നേർത്ത ഹിമബിന്ദു പോൽ എന്നിലുറയുന്നു നീയാം പ്രവാഹം. ചുടുനെടുവീർപ്പിന്റെ സ്പന്ദന താളമായി ഉണരുന്നു നിൻ താരനാദം. ഉണരുന്നു നിൻ താരനാദം. ഒരു മൂടൽ മഞ്ഞല തൻ ചില്ലുജാലകം തനിയെ തുറന്നു നീ എത്തും. ഒരു മൂടൽ മഞ്ഞല തൻ ചില്ലുജാലകം തനിയെ തുറന്നു നീ എത്തും. വിജനമീ ദ്വീപിൽ ആ നിമിഷം വരെ എന്റെ സ്മരണകൾ കാതോർത്തിരിക്കും. എന്റെ സ്മരണകൾ കാതോർത്തിരിക്കും. ഒരു മയിൽ പീലി തൻ നീലിമയിൽ മിന്നി മറയുന്നു. നഗരം മഴയിലായിരുന്നു. എല്ലാം മൂടുന്ന മഴ. കഴിഞ്ഞ കാലത്തിനും ഭാവി കാലത്തിനും ഇടയിൽ ജീവിതത്തിന്റെ നെടുംപാത. കഥനത്തിന്റെ അഗ്നിജ്വാലകൾ എരിയുന്ന ആത്മാവോടെ അനുഭവങ്ങളുടെ നൂലാമാലകളിലൂടെ മീര നടന്നു. മഴയിലൂടെ സേതുവിന്റെ കാറ് നീങ്ങി. ഇടതുഭാഗത്ത് ഫുട്പാത്തിന്റെ ഓരം ചേർന്ന് നടന്നു പോകുന്ന രൂപത്തെ സേതു കണ്ടു. സേതു കാർ ഇടത്തേക്ക് ചേർത്ത് നിർത്തി ഡോറ് തുറന്ന് മീരയുടെ മുഖത്തേക്ക് നോക്കി. സുമിത്രേ, കയറൂ. കയറൂ സുമിത്രേ.
സേതു ക്ഷണിച്ചിട്ടും കാറിൽ കയറാതെ നിറഞ്ഞ മഴയിൽ മീര നിന്നു. അങ്ങനെയല്ലേ ചന്ദ്രോദയൻ്റെ ഇന്ന്? അതെ. ആ ഭാഗം തിരുത്തിയെന്നല്ലേ അന്ന് പറഞ്ഞത്? ഇപ്പോഴാ അത് പൂർണ്ണമായത്. ഇനി പോവാലോ? പോകാം. സ്വപ്നം പോലെ തോന്നുന്നു. അതെ, ശരിക്കും സ്വപ്നം പോലെ. പക്ഷേ ഇത് സത്യമാണ്. ഒരുപാട് നാളായി നമ്മൾ രണ്ടാളും ഒരുപോലെ ആഗ്രഹിച്ച സത്യം. ഇറങ്ങൂ. അമ്മ ഞെട്ടിയോ? എന്തിന്? തീയതി കുറിച്ചില്ല, മുഹൂർത്തം നോക്കിയില്ല, പന്തലിടുകയോ താലി ചാർത്തുകയോ ചെയ്തില്ല. ഇതൊന്നും കൂടാതെ ദാ കൊണ്ടുവന്നിരിക്കുക മരുമകളെ. ന്യായമായും ഞെട്ടേണ്ടതാണ്. അതെന്താ പ്രസാദ നീ അങ്ങനെ പറഞ്ഞ്? ആഗ്രഹിക്കാത്ത മരുമകളെ കൊണ്ടുവരുമ്പോഴാണ് അമ്മ ഞെട്ടേണ്ടത്. ഇതങ്ങനെ അല്ലല്ലോ. ഈ അമ്മ എന്നും ആഗ്രഹിച്ചതല്ലേ ഈ മരുമോള്. അതുകൊണ്ട് നീ കരുതും പോലെ ഞങ്ങൾക്കാർക്കും ഒരു ഞെട്ടലും ഇല്ല. കേറി വാ മോളെ. വരട്ടെ വരട്ടെ. ചടങ്ങുകൾക്കു പിശുക്ക് കാട്ടി. ഇനിയിപ്പോ വീട്ടിനുള്ളിലേക്ക് കയറുമ്പോഴും അത് ആവർത്തിക്കണ്ട. ഒക്കെ മുറ പോലെ ആയിക്കോട്ടെ. സുഭദ്രേ, നിലവിളെ കൊടുത്തി കൊണ്ടുവാ. ഇപ്പൊ 10 വർഷങ്ങൾക്ക് ശേഷം ഒരു കൂടിച്ചേരല്. ഇതെത്രയോ നേരത്തെ ആകാമായിരുന്നു. എല്ലാത്തിനും ഒരു സമയവും കാലവും ഉണ്ട് അല്ലേ സുമിത്രേ?